ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മൾ കളിക്കാൻ പോകട്ടെ 99 നൈറ്റ്സ് ഇൻ ദി ഫോറസ്റ്റ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞാൽ കോസ്മോസ് അല്ലെങ്കിൽ കോസ്മിക് ലെജൻഡ് EF എന്ന് പേര് വരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മൾ അവൻ്റെ ഒപ്പമാണ് കളിക്കാൻ പോകുന്നത്. നമ്മളൊപ്പം തന്നെ ഒരാൾ എന്തായാലും കയറി രണ്ടാൾ ക്രിയേറ്റ് ചെയ്യാം. എന്തായാലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകട്ടെ. 5 ആളായി. നമ്മൾ പ്രാവശ്യം ഒരു ആർമിനായിട്ടാണ് നമ്മൾ കൊണ്ട് പോവാണ്. ജയിക്കാനും വേണ്ടിയുള്ള വാശിക്ക് തന്നെയാണ്. എന്തായാലും നമുക്ക് കഴിയാറില്ല. നമ്മൾ ട്രൈ ചെയ്യും, ജയിക്കാനുള്ളത്ര ട്രൈ ചെയ്യും. നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകും. ഓരായി ഓരോ വാർഡായി. എന്നാലും വരട്ടെ, നമുക്ക് കളി തുടങ്ങാം. ഇതെന്താ ഇതെന്ത് കളിയാണ്? ഞാനത് വന്നിട്ടില്ല. എപ്പോഴാണ് വരുന്നത്? ഒരാൾ ചത്തിട്ടാ. കത്തിക്കട്ടെ പോയി. എവിടെ ആ തീക്ക് ഇതിനിട്ട വല്ലതും ഉണ്ടാവുമോ? എന്തായാലും ഒരു വേഗമില്ല. അവിടക്ക് ഞാൻ ഡിക്ലൈൻ ആക്കി. ചെറിയൊരു ആടോ, പക്ഷെ നമ്മളെ വീഡിയോ കമൻറ്റ് എന്തായാലും മനസ്സ് വെച്ചാൽ വേറെ ഇതിനെ നമ്മൾ കളിക്കണത്. കുട്ടികൾക്കൊന്നൊരു ബുദ്ധിയില്ല. എല്ലാം നമ്മളെ കണ്ടൊക്കെ പഠിക്കണേ. എന്ത് മാനേജാ? എന്ത് സംഭവം? എന്താണ്? ഇജ് കൊന്നുണ്ടാവും. ഗുഡ് ജോബ് ബ്രദർ. നമുക്ക് തപ്പി പോട്ടെ. ഞാൻ ഗുഡ് സാക്ക് കിട്ടണം. ഗുഡ് സാക്ക് കിട്ടിയാലേ ഉപയോഗമുള്ളൂ. നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്ന്. അടുത്തൊന്നും ഉണ്ടാകാൻ സാധ്യത. ആരെങ്കിലും ജസ്റ്റ് എടുക്കണം. ഒരാളും ഈ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് പോയൊക്കെ ചെസ്റ്റ് കപ്പിയുണ്ട്. തീ കത്തിക്കാതെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. അവിടെ തീ കത്തിക്കാതെ അങ്ങോട്ടും നമുക്ക് പോകാൻ കഴിയില്ല. എന്താ? ആര്? എന്തേത്? അല്ല, ഞാനൊരു മാപ്പ് ഉണ്ടാക്കിയത്. പിന്നെ ബിൽട്ട് തന്നെ. ഓനെന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യുന്നുണ്ട്. നിൻ്റെ വേറെ ഒന്നും കൊണ്ടല്ല. ഒരു നമുക്ക് ചെസ്റ്റ് അപ്പം ഇനിയിപ്പോൾ ഇവിടെ ഒന്നുമില്ല. എടാ അങ്ങോട്ട് തന്നെ വാ. രാത്രി ആയിക്കണ്. അങ്ങോട്ട് പോവാ. ഒറ്റ മൈൻഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മൂഞ്ചു. എൻ്റെ ഒരു സ്ഥലം എന്താ? എൻ്റെ സ്ഥലം ഉണ്ടോ സാക്കില്? ഈ ചെസ്റ്റൊക്കെ ഇവിടെ എങ്ങോട്ടെങ്കിലൊക്കെ പോയോക്കില്ലേ. ഇവിടെ നിന്ന് ഇന്ന് വൂൾഫിന് കടവാ പറഞ്ഞു തീർന്നില്ല. മുമ്പിലതാ വൂൾഫ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അമ്മ കുട്ടി ഇത് കുട്ടിയുടെ സ്ഥലമല്ലേ? എന്താ പേര്? ഇവിടെ തന്നെയാണ് കുട്ടീൻ്റെ സ്ഥലം. ഇങ്ങോട്ട് നോക്ക്. ഇത് നോക്ക് കുട്ടി. ഞാനേ തീരെടുത്ത് കുറച്ച
ബാപ്പ ആരെ പിന്നാലെ ഊൾഫോണിന് കണ്ട് ഊൾഫോണിന് എന്താ സീനെന്താ ജീവനോട് ചാവുക ബാപ്പ നമ്മളങ്ങനെ ഇങ്ങനെ പെടൂലട്ടാ ഒക്കെ ട്രിക്കാണ് ആ എന്നാ ഓനതാക്ക് ഓരോരുത്തരുണ്ടാവും ആ ഇത് പ്ലീസ് നമ്മൾ ടൈം ഉണ്ടാക്കിയിട്ടുണ്ടാ എന്തൊക്കെയുണ്ട് ഇതിൽ 0 വരില്ല പിന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയോക്കാം എടാ ഇത് ഉണ്ടെങ്കിൽ വന്നു കേട്ടോ അല്ല ബണ്ണി ഫ്രൂട്ട് വേണ്ടേ എൽട്രേറ്റർ ഒന്നും ചെയ്തു ഞാൻ ഇതാടാ ചെസ്റ്റ് കിട്ടി ഈ പേരിൻ്റെ ഉള്ളിലുണ്ടോ മറ്റോടത്തുണ്ടാവും ഞങ്ങനെ ഓടല്ല എനിക്ക് ഓടാൻ വയ്യ ആണീൻ്റെ എന്നോട് പറഞ്ഞു ഇതെന്താ ഈ മുയലിൻ്റെ പിന്നാലെ ഇതോടും ഓൾഫ് ആ അവൻ്റെ ഓർഡർ വണ്ടിയാണ് എവിടെ ഓടും ബ്രോ ആ ബണ്ണി ഫ്രൂട്ട് പോകുന്നു കാൽമ വെച്ച് നടന്നു നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഒരു കാര്യമേ അതായത് ഞാൻ ചെസ്റ്റ് എടുക്കട്ടെ ചെസ്റ്റ് ഒന്നും വല്ല നല്ല കിട്ടിയാലോ എൻ്റെ ബാക്ക് തന്നെ പിടിച്ചിക്കണ വൂൾഫ് കൊണ്ട് ബാ ഞാൻ ചെസ്റ്റ് എടുക്കാൻ അവിടെ എത്തുമ്പോൾ തന്നെ പിന്നാലെ ഓടി ആ നല്ല അഭിപ്രായം എനിക്കെന്താ കിട്ടി ജസ്റ്റ് നല്ല കാര്യം എന്ത് ഫുഡ്സാക്ക് കൂട്ടിയാ ആർക്ക് ആ എനിക്കൊക്കെ ലെക്കുണ്ട് ഫുഡ്സാക്കോ ഗുഡാക്സോ കൂട്ടണം ടോർച്ചിൻ്റെ കിട്ടി ഇതെന്തായാലും അങ്ങോട്ട് വാ ഇവിടുത്തെ രാജാവ് ഉൾഫാട്ടോ ഇത് വേണമെന്ന് അറിയട്ടെ ഇവിടുത്തെ തന്നെ ഗ്ലിച്ചാണ് ആ ഞാൻ ഇന്ത്യയൊക്കെ ഉണ്ട് മരമില്ലല്ലേ ഇതൊക്കെ മരല്ലേ ബാക്കിയല്ലോ ആ ഇനി ഒരു 4-ാമത്തെ ദിവസം അത് പറഞ്ഞൊരു 4-ാമത്തെ ദിവസം ഇനി മരം എടുക്കട്ടെ ആ അടുത്ത ചെസ്റ്റ് അവിടെ നമ്മളെ അടുത്ത് തന്നെ ടെൻറ്റിലാണ് ഒരു ഇട്ടാ ഞാൻ ഈ മുയലിനെ കൊല്ലണം വല്ല ബണ്ണി ഫുഡ് കിട്ടിയാലേ നല്ല അല്ലേ ഇവർക്കൊക്കെ എന്താണ് ബണ്ണി ഫുഡ് വെച്ചാൽ എനിക്ക് വന്നിട്ടില്ല റിവോൾവർ കിട്ടാൻ ഞാൻ ഹാപ്പിയാണ് എന്നെ ഹാപ്പിയാക്കാൻ പറ്റുമോ ആ ആകെ എടുത്തോ കിട്ടി ഞങ്ങൾക്ക് ആവശ്യമുള്ളു അതിൻ്റെ സ്റ്റോർ ചെയ്യാം എന്നിട്ട് ഇവിടെ ഇടട്ടെ നമുക്ക് ഞാൻ തെറ്റേ ഗുഡ്സാക്കിനെ കിട്ടണം നമുക്കൊക്കെ ഭാഗ്യമുണ്ട് എൻ്റെ ബാക്കിൽ തന്നെ ഒരു സാധനം ഉണ്ട് എടുത്തിട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയാൽ വാ എന്നാ അങ്ങോട്ട് വാ എന്നാ പിടിച്ചോ
എനിക്ക് ഈ കത്തിക്കാൻ വേണ്ട എല്ലാം കിട്ടുന്നത്. എന്തിനും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ കപ്പട്ടെ ജസ്റ്റ് രാവിലായി. എന്തായാലും ജസ്റ്റ് പോവാം. വല്ല കുടിച്ചാക്കും എന്തെങ്കിലും കിട്ടിയാൽ അതിന് അഡ്മിൻ ആക്സ് ഒരു ആക്സ് ഉണ്ട്. എവിടുന്ന കിട്ടുമൊന്നുമില്ല. അത് വൻ പണിയാണ്. അത് ഇതിലൊക്കെ കയറണം. ഗ്രൂപ്പ് അല്ല, ഇതിന് വേറെ അഡ്മിൻ സർവീസ്. എവിടെ ഇപ്പോൾ വീടോ? അങ്ങനെ ജസ്റ്റ് ഉണ്ടാവാം. ഇവിടെ പണിയിലാണ്. ഒരു വണ്ടി ഫുഡ് കിട്ടിയാലേ നല്ലല്ലേ. മൊയലേ ഞാൻ ഇപ്പോൾ വരാം. ഈ മൊയലിൻ്റെ മോക്ക് എന്തിൻ്റെ ഓട്ടാണ്? വണ്ടി ഫുഡ്. അത് വണ്ടി ഫുഡല്ല, അത് പുല്ലിൻ്റെ ഇടയിലേനു. പുല്ലിൻ്റെ ഇടയിലുള്ള വെള്ളം ഉണ്ടാവും. ഞാൻ വിചാരിച്ചു വണ്ടി ഫുഡ് വന്നത്. അത് വരുമല്ലോ, വരാക്കൊന്നുമില്ലല്ലോ. ഇതിനെക്കൊണ്ട് ഒരു ഉപകാരമില്ല. എന്തിട്ട് ഞാൻ എനിക്ക് ആവശ്യമുള്ളൊരു സാധനം ഉണ്ടാക്കിയാണ്. നമുക്ക് ആവശ്യമുള്ളത് ഞാൻ വേറെ ഒരു മിനിറ്റ് എവിടെ നോക്കട്ടെ, മാപ്പിൽ നോക്കട്ടെ. എങ്ങോട്ട് വരിക? കണ്ടു. എവിടെയുള്ള പേരാ? കണ്ടു. ഞാൻ പേരുള്ള ജസ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഇതിൽ വിളിച്ച് കഴിഞ്ഞു. ഇതൊന്ന് വിചാരിച്ചതൊക്കെ പണ്ടേ മോഡേണാണ്. ഒരു ഗുഡ് സാക്ക് തന്നെ അടുത്ത് കിട്ടണേ. അൺകവർ ചെയ്താലേ പൊടി തട്ടി കളയോ വെറുതെ. ചെസ്റ്റ് ഓപ്പൺ ഒക്കെ ഗുഡ് ആക്സിറ്റി അതിനാ എല്ലാവർക്കും ഒരേ സാധനം തന്നെ കിട്ടണേ. എന്തിനാ? ഞാൻ ഗുഡ് ആക്സിൽ പെട്ടു, പക്ഷെ ഗുഡ് സാക്കില്ലെങ്കിൽ പെടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മുയലിനെ കൊല്ലാൻ പോയത്. പക്ഷെ മുയലിൻ്റെ എന്ത് ഒന്നും കിട്ടിയില്ല ഉപയോഗമുള്ള. നൈറ്റ് ഈസ് അപ്രോച്ചിങ് ആയ പിന്നെ നമ്മൾ വരൂലേ. എവിടെ ക്യാമ്പ് ഫയർ? ഇത് ക്യാമ്പ് ഫയറിലോ? ബണ്ണി ഫുഡൊന്ന് കിട്ടിയാൽ മതി എനിക്ക്. നാളെ രാത്രി ആട്ടോ. സംതിങ് എവിൽ. എന്താണ് ഞാൻ ഇവിടെ എത്തി. ഇതെന്താ? കുട്ടി നമ്മുടെ കുറേ മരമുണ്ട്. 26 മരമുണ്ട്. അപ്പം അതൊക്കെ ഇതിൽ 10 പറ്റില്ലേ? ഏഴ്. അങ്ങനെ ഇട്ടാൽ മതി. അങ്ങനെ വന്നാൽ മതി. ഹലോ കൂട്ടുകാരാ. ഇതല്ലടാ എനിക്ക് ബണ്ണി ഫുഡ് തരാത്ത ആള്. എൻ്റെ ഞാൻ ബണ്ണി ഫുഡ് വാങ്ങും. പേടില്ല. ചാവണി ചാവട്ടെ. ഞാൻ ചാവും സാധ്യത ഉണ്ട് കേട്ടോ. ഞാൻ മരത്തിൻ്റെ ബാക്കിൽ നിൽക്കാം. ഇത്രേ ഉള്ളു കഴിഞ്ഞ്. പേടില്ല. ഞാൻ കണ്ടപ്പോൾ പേടിച്ചാളേ. എന്താ വിചാരിച്ച് ഞാൻ എത്ര കൂടി വിളിയാ? അവിടെ അടുത്ത ജസ്റ്റ് കിട്ടുമോ അറിയില്ല. ഇതെന്തിനാണ് ഈ മുയലൊക്കെ ഇവിടെ ജീവിക്കുന്നത്? ചപ്പൂടെ മുയലിന് ഇവിടെ ജസ്റ്റ് ഉണ്ടല്ലോ.
ഈ റിവോൾവറിൻ്റെ എമോ എനിക്ക് രണ്ടാമത്തോട്ടാണ് കിട്ടുന്നത് വെറുതെ. എനിക്ക് കൊണ്ടുവന്നോ അല്ല എനിക്ക് കിട്ടിയാൽ എനിക്ക് ഉപയോഗമായില്ലേ എടുക്കണം. ഞാൻ അതുകൊണ്ടാണ് എടുക്കാൻ ഒരു മിനിറ്റേ ഇങ്ങോട്ട് വേണമെങ്കിൽ പോരാ നമുക്ക് പിന്നാലെ ഓടി. ആ മറ്റേത് ആ ഇത് തിന്നു. അവിടെ ഇന്ത്യയൊക്കെ ഫുഡില്ലടാ, അത് വൻ പണിയായിപ്പോയി. അതല്ല ഇന്ത്യയൊക്കെ ഫുഡില്ല. ഭാഗ്യം ഒരു കുടിച്ചാൽ കിട്ടും. അവിടെ കിട്ടിയില്ല നോക്കാടാ ടാക്സ് ഞാനിവിടെ കത്തിക്കാനുള്ള എല്ലാം കൊണ്ടിട്ടാ. ഞാൻ എന്തായാലും കത്തിക്കാനുള്ള സ്ഥലത്തേക്ക് വരാം. ഞാൻ അവിടെ വയ്ക്കോ. എനിക്ക് ബണ്ണി ഫുഡാന്നൂടെ. എൻ്റെ വണ്ടി കൂട്ടൊക്കെ ആർക്കാണല്ലേ നമ്മളോടാ കളി. എത്രാമത്തേനും അറിയാം കൊല്ലട്. ഒന്നിൻ്റെ ഒക്കെ വണ്ടി ഫുട്ടില്ല, ബാക്കിയെല്ലാം തരും. ഇനി കുടിച്ചാക്ക് കിട്ടും. ഇനി അതിന് 5-ാമത്തെ ദിവസം വരുമോ? എന്നാ സീനെന്താ ഒക്കെ തുറക്കുന്നതാവും. 75 ആക്കിക്കണേ ഞാൻ. ഞാൻ എന്തായാലും ഫുഡ് തന്നട്ടെ. അങ്ങനെ സംഭവം ഉണ്ട്. എനിക്ക് വിശക്കണ്. ഞാൻ സ്റ്റോറിയാണ്. ഈറ്റ് ഈറ്റ് ഈറ്റ്. അത് ഞാൻ കണ്ടാണ്. എട്ടുകാലിയായിട്ടാണ് അതിനുള്ളിൽ. ഞാൻ ഇവിടെ പറഞ്ഞ എട്ടുകാലി തന്നെ. പ്രിൻ്റൊക്കെ ചോട് മണ്ട ചാവും. അല്ല അതിൻ്റെ തല്ലൂടാൻ നിൽക്കല്ലേ. അതിൻ്റെ തല്ലൂടാൻ നിൽക്കുക. എൻ്റെ ബാക്കിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്തായാലും പോയാൽ കോട്ടെ കൊടുക്കുന്നു. അല്ല ഇന്ന് രാത്രി മറ്റേത് വരുമല്ലോ. അപ്പോൾ പോകണ്ട. ഒക്കെ ഞാൻ നിന്നു. വിഷമിട്ട് നല്ല വിഷമായിരുന്നു. പണം ഇങ്ങനെ കത്തി. ഫുഡല്ല നോക്കട്ടെ. ഇവിടെ ഒക്കെ കുറേ ഉണ്ട്. ഉള്ളത് ഞാൻ കൊണ്ടുവരാം. നമുക്ക് റിവോൾവർ ഉണ്ടല്ലോ, നമുക്കൊന്നുമില്ലല്ലോ. നമ്മളെ കൊല്ലാന് എന്തിനാ? അത് ഞാൻ ഗുഡ് ആക്സ് എടുത്തോണ്ട് തല്ലണ്ടല്ലോ. വരൂ റിവോൾവറായിട്ട് ഞാൻ രക്ഷിക്കട്ടാ. എന്താ ഒന്ന് വെള്ളത്തിനടിയിൽ നിന്ന് പിന്നെ എല്ലാം കൂടി എൻ്റെ പിന്നാലെ അടിച്ച് ഇറങ്ങിക്ക. ആടി പൊളിച്ചിട്ട് പോട്ടാ. വെക്കാൻ കായേ ഇതിനാ എൻ്റെ അടുത്തുള്ളതിനാ. ഞാനെന്നെ ഹാൻഡിൽ ചെയ്തു. നോക്കിയിരുന്നോ? വെടിച്ചൂട്. ഒന്നുകൂടിയുള്ളൂ. കൂടിയുള്ളൂ. നമ്മളെല്ലാം ഞാൻ എടുത്തു. ഒരാൾക്ക് എടുത്ത് കത്തിച്ചൂടെ? അല്ലെങ്കിൽ അതെങ്കിലും കൂടെ എടുക്കോട്ടെ. അവരെ കൊണ്ട് ആരും ഉപയോഗമെങ്കിലും ഉണ്ടായല്ലോ. നാളെ രാവിലെ വരുമല്ലേ മറ്റേ പെൽറ്റ് ട്രേഡർ? ബണ്ണി ഫുഡ് ഉണ്ട്. ഞാൻ മൂന്നിനെ കൊല്ലാൻ കൂടെ ഉള്ളൂ. എൻ്റെ ഹെൽത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ പോകാൻ. ഇൻഫോ വരട്ടെ. ബണ്ണി ഫുഡ് പെൽറ്റ് ട്രേഡർ ഒന്നും ഇൻഫോ വരാത്ത മോശം കേട്ടോ.
ആ വന്ന് എടാ മഴ ചെയ്തു പൊളി വൈ വായിക്കണ്ടേ എന്താ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ആ എന്തായാലും നന്നായി. നമുക്ക് എന്തായാലും ചെസ്റ്റ് തപ്പണം, വൂൾഫിൽ തപ്പണം. ഇന്ന് കൊല്ല ചെയ്യാൻ പോകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നമുക്കൊരു കളിക്കോ ഞാൻ നോക്കട്ടെ, കിട്ടണേ കൊണ്ടുണ്ട്. അതിനൊന്നും വേണ്ട, ഞാൻ പെറ്റാക്കണില്ല, ശരിയാവണില്ല. വേറെ വൂൾഫിനെ കാളുകളെ കൊല്ലും. അതിന് നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ കിട്ടും. ആദ്യം ഇതിനെ ഞാൻ കൊന്നു നോക്കട്ടെ. എടാ വൂൾഫിനെ ചുറ്റിയില്ല. ഇതൊക്കെ ലാഗ് അടിക്കണ്ടേ? 10 കൂടെയുള്ള ഡബിൾ മരല്ലേ, നനഞ്ഞ മരം നമ്മൾ ഉണക്കിയെടുക്കും. നനഞ്ഞ് പീഞ്ഞുണങ്ങും. എന്ത് 100 കുട്ടി ഞാൻ പിടിക്കാൻ പോകണ്ടേ? റിവോൾവറൊന്നുമില്ല, അതൊരു പ്രശ്നമേ ഉള്ളൂ. എനിക്ക് റിവോൾവറില്ല, സ്പിയറില്ല, അതാണ് പ്രശ്നം. ആകെയുള്ളത് ഗുഡാക്സ് മാത്രം കിട്ടിയിട്ട് പോരല്ലോ. ആ അത് ഏതോ മൂലയിലേ ഇടും. ആ മൂലൊക്കെ ഇപ്പോൾ ശരിയായി. എന്നാലും ഞാൻ ഇവിടെ എത്തി. എന്നാലും ഞാൻ ഇതൊക്കെ ഉണങ്ങിയതൊക്കെ ഇവിടെ ഇടട്ടെ. എന്നാലും കഴിഞ്ഞില്ല, കൈക്കത്ത് മൊത്തം കഴിഞ്ഞു. എല്ലാം ഇവിടെ ഇട്ടിക്കണേ. ആ ഇപ്പം എങ്ങനെ കത്തിക്കുക? ഞാൻ എന്തായാലും ഒന്നും കരുതി. ഇനിയുണ്ടല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു ഇന്ന് രാത്രിയാ. അങ്ങനെ ഒന്നുണ്ടാവില്ല, സക്കീറാവുന്ന ആരെങ്കിലൊക്കെ ഒന്ന് വയ്ക്കാൻ പോകും. നമുക്ക് ആദ്യം രക്ഷിക്കാൻ പോകണ്ടേ? നമുക്ക് ആദ്യം സ്ഥലം നോക്കട്ടെ. രക്ഷിക്കാനൊന്നുമല്ല പേടി, എന്തെങ്കിലും ഒരു കുന്നുമില്ല. ഒരടി എന്തൊരു തണ്ടൊക്കെ അതുകൊണ്ട് വൂൾഫിനെ കൊല്ലണം. എന്നിട്ട് റിവോൾവർ വാങ്ങിയേ പറ്റൂ. റിവോൾവർ വാങ്ങണേ വൂൾഫ് വരണം. വൂൾഫിൻ്റെ മുക്കിലും മൂലയിലും പോയി ഒളിച്ചു വെക്കും. എന്താ ചെയ്യാം? കുട്ടികളൊക്കെ ഒരു കാര്യം, എല്ലാവരും പേടിച്ചിരിക്കുക. അതെന്താ പൂച്ച? എനിക്ക് വേണ്ട, ഞാൻ സ്പ്രിൻ്റൊക്കെ പോട്ടെ. എനിക്ക് പൂച്ച വന്നോണ്ടൊരു അനുഭവം ഉണ്ട്, അതിലൂടെ മതിയായി. ഓർമ്മിക്കല്ലേ ഞാൻ ചേട്ടാ ഇവിടുന്ന് പോവാന്. എന്തായാലും പാർട്ട് 2 വരുന്നത് നമ്മളെ കോസ്മിക്കിലെ ZF തന്നെയാണ്. എന്തായാലും പാർട്ട് 2 പോയി കാണുക. എന്തായാലും ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ, നമ്മൾ പോവാണ്.